ശ്രീധേ, പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശമാണ്. ഏശാതെ പോയ ധാരാളം വിവാദങ്ങൾ പാലക്കാടുണ്ട്. ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നത് സന്ദീപ് വാര്യരുടെ പുറകിലുമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പല കാര്യങ്ങളും അവിടെ മുങ്ങിപ്പോയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ജയിക്കും എന്നാണ് അവസാന നിമിഷവും UDF കരുതുന്നത്. പക്ഷേ സന്ദീപ് വാര്യരെ എടുത്ത് കോൺഗ്രസ് പണി വാങ്ങി എന്നാണ് വേറെ പല ആൾക്കാർ പറയുന്നത്. കൊട്ടിക്കലാശത്തിൻ്റെ ഈ വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗതി എന്താവും? അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പുള്ളിയാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത അവിടെ ഉള്ള വ്യക്തി എന്നുള്ളത് കൊണ്ടാണ്. തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. BJPക്കുള്ളിൽ നിന്ന വിഭാഗീയതയും ശോഭാ സുരേന്ദ്രനാകുമോ അതോ കൃഷ്ണകുമാർ ആകുമോ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന വലിയ തർക്കമുണ്ടായിരുന്നു. പിന്നീട് കൃഷ്ണകുമാർ വരുന്നു. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആ സമയത്ത് പ്രവർത്തിക്കാതിരിക്കുന്നു. അതിനിടയിലാണ് എന്തായാലും BJPക്ക് ഗുണകരമായ രീതിയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. ഇത് വളരെ വലിയ തിരിച്ചടി കോൺഗ്രസിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പലതവണ RSSന്റെ മുഖമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ. കഴിഞ്ഞ 2020 മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഓർമ്മ ഉണ്ടായിരിക്കും. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് BJP വിജയിച്ചതിന് പിന്നാലെ മുനിസിപ്പൽ നഗര കെട്ടിടത്തിൽ ജയ് ശ്രീറാം എന്ന ഒരു ഫ്ലെക്സ് താഴ്ത്തിയത് കണ്ടു. ആ സമയമെല്ലാം അത് വലിയ വിമർശനത്തിൽ എന്തിനാ ഫ്ലെക്സ് ഇട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി വാദിച്ച സന്ദീപ് വാര്യർ. അതെ, അങ്ങനെ ഒരു വാദിച്ച വ്യക്തിയാണ് അദ്ദേഹം. ആ സമയം പറഞ്ഞു കേരളത്തിലെ ഗുജറാത്താണ് പാലക്കാട് എന്ന തരത്തിലുള്ള വലിയ പ്രസ്താവനകളുമായി ചിലപ്പോൾ അവിടുത്തെ പ്രാദേശികമായ നേതാക്കളെക്കാൾ വലിയ വീറോടെ ഇദ്ദേഹമായിരുന്നു രംഗത്തെത്തിയത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനും ന്യൂനപക്ഷത്തിനും വലിയ എതിർപ്പുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ എന്തുകൊണ്ട് കോൺഗ്രസിൽ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ പുതിയ ട്രെൻഡുണ്ട്. BJPയെ കാണിച്ച് ഭയപ്പെടുത്തി വിജയിച്ചു കയറുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം മണ്ഡലമാണ്. അല്ല ശശി തരൂർ വികസനം കൊണ്ടോ അല്ല ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കൊണ്ടോ അല്ല ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കുന്നത്. അദ്ദേഹം ജയിക്കുന്നത് BJPയെ കാണിച്ച് ഭയപ്പെടുത്തുക. BJP തിരുവനന്തപുരത്ത് ജയിക്കും, അതിനാൽ തന്നെ തനിക്ക് വോട്ടിടുക, താനാണ് BJPയെ തടയുന്നത്, ചെറുക്കുന്നത് താനാണെന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. ആ തന്ത്രമായിരുന്നു ഈ തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പിൽ. 2014 BJPക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്നതാണ്. BJP അവസാന ഘട്ടത്തിൽ വിജയിക്കുമെന്ന് കാണുമ്പോൾ ആ പ്രചരണം ഇപ്പോൾ BJPയേക്കാൾ നടത്തുന്ന ഇവരാണ്. ഈ കോൺഗ്രസും ഇടതുപക്ഷവുമാണ്. ഇപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ജയിക്കുമെന്ന് പറയുകയാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥി പറയും അവൻ ജയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ്. നിലവിൽ അങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത് ലോക്സഭയിൽ വിജയിച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുന്നത്, കാസർഗോഡ് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വിജയിച്ചു കയറുന്നത്, എതിരാളികൾ വിജയിച്ചു കയറുന്നത് BJP വിജയിക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള ഒരു ഭീഷണി അവർ അതെ, അത്തരത്തിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ചാണ് വിജയിച്ചു കയറുന്നത്. അതെന്തായാലും ഇത്തവണ നടക്കില്ല. അവസാന ഘട്ടത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് ആ ഡയലോഗുമായി പോകുമ്പോൾ ആ വോട്ട് ചോദിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതിനാൽ തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വളരെ വലിയ രീതിയിൽ കോൺഗ്രസിൽ നിന്നും തിരിച്ച് ചിലപ്പോൾ സരിൻ ആ വിഭാഗത്തിലേക്ക് CPMലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ഈ ന്യൂനപക്ഷത്തിന് BJPയുടെ ഉള്ളവർ എന്തായാലും BJPക്ക് വോട്ടിടില്ല. അപ്പോൾ ഈ കോൺഗ്രസിന് വോട്ടിടാനുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് പൂർണ്ണമായി തന്നെ അവസാനിച്ചിരിക്കുന്നു. അത് വോട്ട് CPMലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സരിൻ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായ കണക്കാണ്. കാരണം 2021 പാലക്കാട് നിന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യഘട്ടത്തിൽ മെട്രോമാൻ വളരെ മുന്നിലായിരുന്നു. അവസാന ഘട്ടം വരെയുള്ള വോട്ടെണ്ണൽ സമയങ്ങളിൽ മെട്രോമാൻ മുന്നിലായിരുന്നു. പിന്നീട് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങളിൽ എത്തുമ്പോഴായിരുന്നു ഷാഫി പറമ്പിൽ വലിയ തോതിൽ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിലെല്ലാം
ഇത്തവണ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ ആ വോട്ട് സരണിലേക്കായിരിക്കും പോകുന്നത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ BJP-യിലേക്കും വന്നു. അവിടെയും തീരുന്നില്ല ഇതിന്റെ പ്രശ്നം. ഈ ന്യൂനപക്ഷ മാത്രമല്ല, ഹൈന്ദവർക്കിടയിലും സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മാനമര്യാദയ്ക്ക് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ചേർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നഗരഹൃദയത്തിലെ ഹൈന്ദവ വോട്ടെങ്കിലും ലഭിക്കുമായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ ചേർന്ന് 24 മണിക്കൂർ കഴിയും മുമ്പ് പാണക്കാടേക്ക് എത്തുകയാണ്. പാണക്കാടെത്തി ഇദ്ദേഹം എന്താണ് തൻ്റെ മതേതരത്വം ശക്തിപ്പെടുത്തുവാനായി മോദിയെ കുറ്റം പറയുന്നു, പാണക്കാട് തങ്ങളെ പുകഴ്ത്തുന്നു. അത് പാലക്കാട് പോലുള്ള ഒരു നഗര, പ്രത്യേകിച്ച് കൽപ്പാത്തിയെല്ലാം പറയാറില്ല, അവിടെയെല്ലാം ഒരു ഈ ഹിന്ദു ആചാരപ്രകാരവും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനവിഭാഗമുള്ള ഒരു നാട്ടിൽ ഇത്തരം പ്രവർത്തികൾ, സന്ദീപ് വാര്യറിന്റെ ഈ പ്രവർത്തികൾ വളരെ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെ വളരെയധികം സ്നേഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്നും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ കുറിയടിച്ചാണ് നമ്മൾ കണ്ടത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം മാധ്യമങ്ങൾ ഉണ്ണിക്കുട്ടനും കുറി അടിച്ചുണ്ടാവുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാരണം അദ്ദേഹം കൊല്ലത്ത് നിന്നും കാസർഗോഡ് പോയി ഉണ്ണിച്ചാക്കായപ്പോൾ ആ കുറി മാറ്റി പാലക്കാട് ഇപ്പൊ വീണ്ടും കുറി എടുക്കുന്നത് എനിക്ക് അത്ഭുതമായി പോയി. അങ്ങനെ കുറികൾ തമ്മിലുള്ള മത്സരത്തിൽ അവരെ കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും കുറിയടിച്ചെങ്കിലും ഹൈന്ദവ വോട്ടുകൾ ലഭിക്കുന്നെങ്കിൽ വിജയിച്ചു കയറാമെന്ന് ചിന്തിക്കുന്ന ഇടയിലാണ് ഈ കുറി മാറ്റിട്ട് ഒരാൾ, അതും പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു. വയനാട്ടിലോ ചേലക്കരയിലോ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു സന്ദീപ് വാര്യർ പാണക്കാട് പോയി സന്ദർശിച്ചാലും പ്രശ്നമില്ല. പക്ഷെ പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലത്തിൽ എന്തായാലും സന്ദീപ് വാര്യറിന്റെ ഈ പ്രവൃത്തി വലിയ തിരിച്ചടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ചെറിയ രീതിയിൽ വിജയിച്ച് കയറിയാൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. എന്തായാലും VD സതീശനാണ് ഈ തന്ത്രങ്ങൾക്ക് പിന്നിൽ. സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറിലെ BJP-യിലേക്ക് എത്തിക്കാനുള്ള തന്ത്രങ്ങൾക്ക് പിന്നിൽ VD സതീശനാണ്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂരും ബാംഗ്ലൂരിലും ചർച്ചകൾ നടക്കുന്നു എന്നാണ്. കാരണം ഇതെന്തോ അധികാരമാറ്റം, കാരണം നമ്മൾ അരുണാചൽ പ്രദേശിലെല്ലാം കണ്ടിട്ടുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് തന്നെ സർക്കാരിനെ തന്നെ മറിച്ചിടുന്നത്. പക്ഷേ അദ്ദേഹം ചർച്ചയാണ്, ഇത് എങ്ങോട്ട് പോകണോ, ഇടതിന് പോകണോ വലതിന് പോകണോ അതോ BJP-യിൽ തന്നെ നിൽക്കണോ എന്നൊരു വ്യക്തിയെ വിളിച്ചു പോയി. അതിന് ഇത്ര ഓപ്പറേഷൻ ഹസ്ത എന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളും വലിയ തന്ത്രങ്ങൾ നമ്മൾ പ്രശാന്ത് കിഷോറിലായിരിക്കും ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ തന്ത്രങ്ങളുമായി വരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ VD സതീശന്റെ തന്ത്രങ്ങൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിൽ പൂർണ്ണമായി തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJP-യിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ചില പ്രവർത്തകർ, കൃഷ്ണകുമാറിനെതിരായി നിൽക്കുന്ന ചില പ്രവർത്തകരുണ്ട്. അവർ ഈ സന്ദീപ് വാര്യറിന്റെ കൂടുമാറ്റത്തോടുകൂടി തങ്ങളുടെ ആശയത്തെ ചതിച്ച സന്ദീപ് വാര്യറിന് മറുപടി നൽകണമെന്ന ആ ചിന്ത കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അറിയായിരിക്കും, ഈ കൃഷ്ണകുമാറിനോട് അവർക്ക് താല്പര്യമില്ലെങ്കിലും സന്ദീപ് വാര്യറിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്ന ചിന്തയിൽ അവർ പ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൗൺസിലർമാർ സന്ദീപ് വാര്യറിന് അവർ പിന്മാറുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാം ഇന്ന് തന്നെ അവരെല്ലാം ഒറ്റക്കെട്ടായി പാലക്കാട് നഗരത്തിൽ അവർ ഒറ്റക്കെട്ടായി ഒരു പ്രകടനം നടത്തുന്നു. അങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് തുടക്കത്തിൽ നിന്നും മാറി BJP-ക്ക് വളരെയധികം മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.